والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد ആലിമുൽ ഗൈബി വശഹാദ എന്ന അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും പെട്ട നാമങ്ങളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ആലിമുൽ ഗൈബി വശഹാദ എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അള്ളാഹുവിനെക്കുറിച്ച് ഈ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ ഇസ്മ എവിടൊക്കെ പറഞ്ഞു അള്ളാഹു ആലിമുൽ ഗൈബി വശഹാദയാണ് എന്ന്. അപ്പം അത് പരിശോധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഏതൊരു ഇസ്മിൽ നിന്ന് നമുക്ക് എന്തൊരു പാഠമാണ് കിട്ടേണ്ടത് അത് പഠിക്കാനാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഓരോ വിഷയങ്ങൾ, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടത്, തഖ്വയുമായി ബന്ധപ്പെട്ട, പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ മറ്റ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത്, നന്മ തിന്മകളുമായി ബന്ധപ്പെട്ട, രഹസ്യവും പരസ്യവുമായ ജീവിതവുമായി ബന്ധപ്പെട്ട, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അള്ളാഹു ആലിമുൽ ഗൈബി വശഹാദയാണ് എന്ന പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇനി അള്ളാഹു ആലിമുൽ ഗൈബാണെങ്കിൽ, അഥവാ ദൃശ്യവും അദൃശ്യവും അറിയുന്ന, ഗൈബ് അദൃശ്യമാണ്, അദൃശ്യം അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ആർക്കെങ്കിലും വല്ല പങ്കാളിത്തവും ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഒരു അസ്മാകളിലും അള്ളാഹിൻ്റെ സിഫാത്തുകളിലും അള്ളാഹുവിൻ്റെ ദാത്തിലും പിന്നെ അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഫആലുകളിലും ഒന്നും പങ്കുകാരുണ്ടാകാൻ പാടില്ല. അങ്ങനെ പങ്കുകാര വെക്കുന്നതാണ് ശിർക്ക്, മഹാപാപം. അള്ളാഹുവിനെ പോലെ വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഒരാളുമില്ല. അപ്പം അള്ളാഹു അദൃശ്യം അറിയുന്നവൻ അള്ളാണെന്ന് പറഞ്ഞാൽ പിന്നെ അദൃശ്യം അറിയുന്ന വേറെ ഏതെങ്കിലും പടപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന, ഇപ്പം മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഗൈബ് എന്ന് പറയുമ്പം ആപേക്ഷികമായതും അല്ലാത്തതുമുണ്ട്. ഇപ്പം ഈ മതിലിനപ്പുറത്തുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചുള്ള അദൃശ്യമാണ്, അല്ലേ? നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അപ്പുറത്തൊരു സംഗതി ഉണ്ട്, അവിടെ ചെന്നാൽ അവിടെ അപ്പുറത്ത് പോയാൽ ആ സംഗതി കാണാൻ പറ്റും. അതല്ല എന്ത് ഇവിടെ പറഞ്ഞു, മറിച്ച് മനുഷ്യൻ്റെ എല്ലാ കഴിവുകൾക്കും ഇപ്പം മറ്റേത് അവിടെ പോയാൽ കാണാൻ പറ്റുമല്ലോ, അല്ലേ?
എന്നാൽ മനുഷ്യൻ്റെ എല്ലാ കഴിവുകൾക്കും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും എല്ലാം അപ്പുറമുള്ള ഒരു ലോകമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും വെളിപ്പെടുത്തി കൊടുക്കൂല. അതാണ് ഗൈബ് എന്ന് പറഞ്ഞത്. അത് അല്ലാഹു ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കൂല. എന്നാൽ പ്രവാചകന്മാരായ ചില ആളുകൾക്ക് അല്ലാഹു വഹിയിലൂടെ ചിലത് അറിയിച്ചു കൊടുക്കും. അതും എങ്ങനെയാണ്? അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രം. അത് ആർക്ക് മാത്രം? എല്ലാവർക്കും ഉണ്ടാവുമോ? എല്ലാവർക്കും അല്ലാഹു അദൃശ്യജ്ഞാനം വെളിവാക്കി കൊടുക്കുമോ? ഇല്ല. മറിച്ച് ആർക്ക് മാത്രം? റസൂലുകൾക്ക് മാത്രം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ചൂഷണം നടക്കുന്നുണ്ട്. മറഞ്ഞ പല കാര്യങ്ങളും അറിയുന്നവരാണ് അവർ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് എന്തുകൊണ്ടാണ് ഈ ചൂഷണത്തിന് ആളുകൾ വിധേയരാകുന്നത്? അവർക്ക് എന്താണ് അള്ളാഹിനെ പറ്റിയുള്ള ഈ അറിവിൻ്റെ അപര്യാപ്തതയാണ്, കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് സൂറത്തുൽ ജിന്നാണ്. സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായം. 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്ന് കണ്ട? അതിലെ 18 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. സൂറത്തുൽ ജിന്നിലെ 18 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായമാണ്. 72-ാം അധ്യായം. കണ്ടില്ലേ? സൂറത്തുൽ ജിന്ന് ട്ടാണ്. സൂറത്ത് നമ്പർ 72 72. 72-ാം സൂറത്തിലെ 18 മുതൽ 28 വരെയുള്ള ആയത്ത്. ഓതിക്കോളി എല്ലാവരും ഓതിക്കോളി. ശ്രദ്ധിക്കുക, ആയത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഓ അന്നൽ മസാജിദ ലില്ല, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്.
ഇത് വളരെ ഗൗരവത്തിൽ കാണാതെ പഠിച്ചു വെക്കേണ്ട ആയത്താണ്. നമ്മൾ കുറേ പ്രസംഗങ്ങളും ആളുകളും ഹുത്തുബുകളൊക്കെ കേട്ട് പരിചയമുള്ളതുകൊണ്ട് കുറേ ആളുകൾക്കൊക്കെ ആയത്ത് പരിചയം ഉണ്ടാവും. പക്ഷെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആയത്ത് നിർബന്ധമായും കാണാതെ പഠിക്കണം. അന്നൽ മസാജിദ ലില്ല, തീർച്ചയായും മസ്ജിദുകൾ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ ദുആ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഒന്ന്, ദുആഇന് നമ്മൾ സാധാരണ എന്താ അർത്ഥം പറയാം? പ്രാർത്ഥന, അല്ലേ? പിന്നെ ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു എന്ന് പറയും. ക്ഷണിച്ചു, വിളിച്ചു, അതിനെന്ത് പറയും? ദഅ യദ്ഉ, ദുആ എന്ന വാക്ക് പറയും. ക്ഷണിക്കുക, വിളിക്കുക എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്യാണത്തിന് വിളിക്കലല്ല, സൽക്കാരത്തിന് വിളിക്കലല്ല, പിന്നെന്താണ്? പ്രാർത്ഥന. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം എന്തായിരിക്കും? ഒരു മനുഷ്യന് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമോ? ഒരു മനുഷ്യന് ചെയ്തു തരാൻ കഴിയുന്നൊരു കാര്യം അത് നമ്മൾ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കാമെന്ന് പറയോ? ഇല്ല. മനസ്സിലാണ്ട പറഞ്ഞത്? ഇപ്പം നിങ്ങൾക്ക് എന്നെ ഒരു 10 റുപ്യ തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ 10 റുപ്യ തന്ന് സഹായിക്കുക എന്നത് ആണോ അള്ളാഹിനോട് എനിക്ക് എൻ്റെ ഉപജീവനം വിശാലമാക്കിക്കൊണ്ട റബ്ബേ എന്ന് പറഞ്ഞതും ഒരേപോലെയാണോ? ആണോ? അല്ല. ഒന്ന് ദുആയാണ്, മറ്റേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് താൽക്കാലികമായി എന്തെങ്കിലും തന്ന് സഹായിക്കാനേ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ എൻ്റെ ഉപജീവന മാർഗം മുഴുവനും വിശാലമാക്കി തരാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ അവിടെ നമ്മൾ അള്ളാഹിനോട് ആ ചോദിക്കുന്ന കാര്യത്തിനാണ് ദുആ, പ്രാർത്ഥന എന്ന് പറയാം. മനസ്സിലാണ്ട പറഞ്ഞത്? അതല്ലാതെ നമ്മളൊരു വ്യക്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയോടോ നമ്മൾ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു സഹായത്തിന് എന്ത് പറയില്ല? പ്രാർത്ഥന, ദുആ എന്ന് പറയില്ല. അപ്പം ആ ദുആ ആരോട് മാത്രമേ പാടുള്ളൂ? എന്നാൽ ഇന്ന് ആളുകൾ, മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകൾ, അള്ളാഹു തആല ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത്, മുസ്ലിമീങ്ങൾ, ഖുർആൻ വായിക്കുന്ന പഠിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇതിനപ്പുറത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ജാറങ്ങളിലും മക്ബറകളിലൊക്കെ ആൾക്കാർ പോണത് എന്തിനാണ്? നമ്മളെ നാട്ടിലെ ജാറങ്ങളിലും മക്ബറകളിലൊക്കെ ആൾക്കാർ പോണത് എന്തിനാണ്? ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകൾ മഹാന്മാരാണ്, അതിൽ തർക്കമൊന്നുമില്ല. അവരെ ചരിത്രം പഠിച്ച് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, ഒക്കെ ചെയ്യണം. ഒരിക്കലും അവരെ കുറ്റം പറയുക, കളിയാക്കുക, പരിഹസിക്കുക ചെയ്യാൻ പാടില്ല. എന്നാൽ ഇന്ന് നമ്മളെ നാടുകളിൽ, ദർഗകളിൽ, ജാറങ്ങളിലൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മളെ സാധാരണക്കാരായ ആളുകൾ പോകുന്നത് എന്തിനാണ്? അവരോട് പ്രാർത്ഥിക്കാനാണ്, അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, അല്ലേ? ഈ പ്രാർത്ഥന ആരോട് മാത്രമേ പാടുള്ളൂ? ഫലാ തദ്ഉ മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കൂടെ വേറൊരാളോടും പ്രാർത്ഥിക്കരുത്. അപ്പൊ അള്ളാഹിനോടും ചില ആൾക്കാർ പ്രാർത്ഥിക്കും, അതിൻ്റെ കൂടെ അതല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ആ ഒരു അവസ്ഥയല്ലേ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത്? ഇപ്പോൾ ഒരാൾ ഒരു ജാറത്തിലോ മക്ബറയിലോ ചെന്നാൽ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥന തുടങ്ങുന്നത്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ മറ്റ് പല പടപ്പുകളും അവിടെ വരികയാണ്. അതാണ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാ. ആ അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ ഇപ്പോൾ വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ വന്ന ആൾക്കാർ സൂറത്ത് ജിന്ന് മറിക്കുക. സൂറത്ത് ജിന്ന് 72-ാമത്തെ സൂറത്ത്, അതിലെ 18-ാമത്തെ ആയത്താണ് ഇപ്പോൾ വായിച്ച അർത്ഥം പറയണത്. അള്ളാഹുവിൻ്റെ ആലിമുൽ ഗൈബി വശഹാദ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അള്ളാഹു അദൃശ്യം അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ഗൈബ് അറിയുന്നവനാണെന്ന് പറഞ്ഞാൽ, ആ ഗൈബ് ആർക്ക് മാത്രമേ അറിയുള്ളൂ?
അള്ളാഹ്ക്ക് മാത്രം, അതിലൊരാൾക്കും പങ്കുണ്ടാകാൻ പാടില്ല. മനസ്സിലാണല്ലോ? അതാണ് അതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അവിടെ ഈ ഏതൊരു കാര്യമാണ് അള്ളാഹു അല്ലാത്തവർക്കും അപ്പുറമുള്ള കാര്യങ്ങൾ അറിയുമെന്നൊരു വിശ്വാസത്തിലേക്ക് എപ്പോഴാണ് എത്തുക? ഇപ്പം നമ്മളെ എല്ലാ കാര്യങ്ങളും ഇപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയോ? അറിയില്ല. നാളെ വേണ്ട, അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനുഷ്യനറിയോ? ഇല്ല, അറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഒരാളും ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച ഒരാളും അന്ന് ബൈക്ക് എടുത്ത് പുറത്തു പോവില്ലല്ലോ. പോവോ? ഇല്ല. ഒരാൾക്കും അറിയില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന, ഒരാൾക്കും അറിയില്ല. അത് വൈബാണ്. അത് അല്ലാത്ത വേറൊരാൾക്ക് അറിയുമെന്ന് പറഞ്ഞാൽ, അല്ലാത്ത വേറൊരാൾക്ക് അത് അറിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നാണ്. കാരണം ആലിമുൽ ഗൈബ് എന്നത് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ വരാൻ പോകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നത് ഒരിക്കലും ഒരു സൃഷ്ടിയോടും ആവാൻ പാടില്ല. ആരോട് മാത്രമേ ആവാൻ പാടുള്ളൂ? നമുക്ക് നാളെ എന്തായിരിക്കും നമ്മളെ നാളത്തെ അവസ്ഥകൾ എന്ന് അറിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. നമുക്കത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹ് അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ഇപ്പം ഒരാൾ ജാറത്തിൽ ചെന്നിട്ട് ആ മക്ബറയിലേക്ക് തിരിഞ്ഞു നിന്ന് അവിടെയുള്ള ആ മറമാടപ്പെട്ട ആളോട് എൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കണമേ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരണമേ, എൻ്റെ രോഗം മാറ്റി തരണമേ, എൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണമേ, എൻ്റെ റിസ്കിൽ വിശാലത തരണമേ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ കാര്യമൊക്കെ പറയേണ്ടത് ആരോടാ? കാരണം അത് ഉണ്ടാകോ ഇല്ലയോ തരാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമല്ലേ. അപ്പോൾ അത് ചോദിക്കേണ്ടത് ആരോട് മാത്രമാണ്? കഴിവുള്ളവരുണ്ടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ ഞാൻ 10 രൂപ ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലാത്ത ഒരാളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പം നാളത്തെ കാര്യങ്ങൾ അറിയുന്നത് മുഴുവനും ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്തിനാ പള്ളിയിൽ പോണത്? ആയത്തെന്താ? അന്നൽ മസാജിദലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നമ്മൾ പള്ളിക്ക് പോണത് എന്തിനാ? പള്ളിയിലേക്ക് പോണത് ദുആ ചെയ്യാനാണ്, പ്രാർത്ഥിക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്, നിസ്കരിക്കാനാണ്. നിസ്കാരം ദുആയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ദുആ എന്നാണ്. പ്രാർത്ഥിക്കാനാണ്, ദുആ ചെയ്യാനാണ്. നമ്മൾ പള്ളിയിൽ കയറിയത് മുതൽ ദുആ ആരംഭിക്കുക. പള്ളിക്കട് കയറുമ്പോൾ തന്നെ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങോട്ട് കയറി. പിന്നെ ഉളുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മുതൽ പ്രാർത്ഥന തുടങ്ങുകയാണ്. ഉളുണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ കെട്ടിയത് മുതൽ പ്രാർത്ഥന, സലാം വീട്ടിയത് വരെ പ്രാർത്ഥനയാണ്. സലാം വീട്ടിയതിന് ശേഷം വീണ്ടും പ്രാർത്ഥനകളും ദിക്റുകളുമാണ്. അവസാനം പള്ളിയിൽ നിന്നാണ്ട് ഇറങ്ങുമ്പോൾ വരെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്, അല്ലേ? അപ്പോൾ പള്ളിക്ക് വരണത്. ഇനി നമ്മുടെ നാട്ടിലെ ആൾക്കാർ മക്ബറയിലേക്കും ജാറത്തിലേക്കും ദർഗയിലേക്കും പോണത് എന്തിനാ? ദുആ ചെയ്യാൻ തന്നെ, പ്രാർത്ഥിക്കാൻ തന്നെ. ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് വഅന്നൽ മസാജിദിലില്ല, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ അഹദ, ഒരാളോടും ഒന്നിനോടും പ്രാർത്ഥിക്കരുത്, ഒരാളോടും പ്രാർത്ഥിക്കരുത്. അപ്പോൾ അഹദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക നിങ്ങൾ? അതൊരു വ്യക്തി, മനുഷ്യൻ, അതിനൊക്കെയാണ് സാധാരണ പറയാം. നമ്മളെ ചില ആൾക്കാർ പറയും അത് വിഗ്രഹങ്ങളോടും ബിംബങ്ങളോടും പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുതാണ് ആ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെയാണെങ്കിൽ അഹദ എന്ന് പറഞ്ഞ കാര്യമില്ല, ഒരു വ്യക്തിയോടും ഒരാളോടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന കാലത്ത് അന്നത്തെ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് മനുഷ്യന്മാരുടെ പ്രതിമകളോട്, മനുഷ്യന്മാരോട്, വ്യക്തികളോട്, അന്ന് അവിടെ ജീവിച്ചിരുന്ന മഹാന്മാരായ ആളുകളോടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിച്ചിരുന്നത്. പാടില്ല എന്ന് തന്നെ പറഞ്ഞേ. വലാ തദ്ഉ മഅല്ലാഹി അഹദ. ബാക്കി വഅന്നഹു വായിക്കി, ആയത്ത് വായിക്കി. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു ഖാദു യകൂനൂന അലൈഹി ലിബദ. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമയായ റസൂല് എഴുന്നേറ്റ് നിന്നപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടി യദ്ഉഹു,
ദുആ ചെയ്യാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി നിന്നപ്പോൾ കാതു യക്കൂനൂന അലൈഹി ലിബദ, അവര് ആ പ്രവാചകര് ചുറ്റും തിങ്ങിക്കൂടാൻ ഒരുങ്ങി എന്ന് പറഞ്ഞാൽ 3 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അവിടെ കുറേ ജിന്നുകൾ ഒരുമിച്ച് കൂടി എന്ന് വ്യാഖ്യാനമുണ്ട്. മറ്റൊന്ന്, സഹാബികൾ ഒരുമിച്ച് കൂടി എന്നും വ്യാഖ്യാനമുണ്ട്, തഫ്സീറുണ്ട്. 3, പ്രവാചകനെ ശല്യപ്പെടുത്താൻ ശത്രുക്കൾ അവിടെ തിങ്ങിക്കൂടി എന്നും അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഏറ്റവും പ്രബലമായ അർത്ഥം. ഇത് സൂറത്തുൽ ജിന്നിലായതുകൊണ്ട് ജിന്നുകൾ ഒരുമിച്ച് കൂടി എന്നും പറയുന്ന മുഫസ്സിറുകളും ഈ വിഷയത്തിൽ ഉണ്ട്. ബാക്കി കുൽ, പറയുക. എല്ലാവരോടും പറയേണ്ടത് എന്താ? വായിക്കേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ഇത് റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയാം. മനസ്സിലാവേണ്ട പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ നബിക്ക് ചുറ്റും കൂടിയ മുഴുവൻ ആളുകളും ആ മുഴുവൻ ആളുകളോടും പ്രഖ്യാപിക്കാനുള്ള കൽപ്പനയാണ്. ഉൽ നബിയെ പ്രഖ്യാപിക്കുക. എന്താണ് ഇന്നമ എന്ന് പറഞ്ഞാൽ? ഇന്നയും ഇന്നമയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം, തീർച്ചയായും മാത്രം എന്നർത്ഥം കിട്ടുക. അതാണ് ഇന്നയും ഇന്നമയും തമ്മിലുള്ള വ്യത്യാസം. കുൽ നബിയെ പ്രഖ്യാപിക്കുക. എന്താണ്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ദുആ എൻ്റെ റബ്ബിനോട് മാത്രമേ പറയൂ. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഏതൊരു കാര്യവും ആരിൽ നിന്ന് മാത്രം? അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ, അവരോട് മാത്രമേ ചോദിക്കാവൂ. മനസ്സിലാണ്ട പറഞ്ഞത്? എന്നെ കാക്കണമേ, രക്ഷിക്കണമേ, ഇത് ഒരു പടപ്പിനോട് പറഞ്ഞൂടെ? ഓരോന്ന് നോക്കേണ്ടിയിട്ടാ, ഓരോന്ന് ശ്രദ്ധിക്കേണ്ടിയിട്ടാ, സൂക്ഷിക്കേണ്ടിയിട്ടാന്നൊക്കെ പറയില്ലേ? എന്താ വ്യത്യാസം? ഇത് പ്രാർത്ഥന അകലെപ്പോഴാണ്. ഞാൻ അതിനൊരു സിമ്പിൾ ഉദാഹരണം പറയുന്നത്, സാധാരണ പറയുന്നത് ഉദാഹരണം പറയാം. ഒരു ആളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു കുളത്തിൽ ഒരു കുട്ടി വീണ് മുങ്ങി മരിക്കാൻ പോവാണ്. അപ്പം ഈ കുളത്തിൻ്റെ വക്കിലൂടെ പോകുന്ന ആൾ നീന്താൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് ഇന്നെ രക്ഷിക്കുകയെന്ന് പറയാണ്. അപ്പോൾ അയാൾ ഉടനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ഈ കുട്ടിനെ രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സംഭവം ഈ മുങ്ങി മരിക്കാൻ പോകുന്ന ആൾ അവിടെ ഒരാളെയും കാണില്ല, ഒരാളും അവിടെ ഇല്ല. ആ സമയത്ത് എന്നെ രക്ഷിക്കണേന്ന് വിളിക്കുകയാണ്. മനസ്സിലാണ്ട പറഞ്ഞത്? ഒരാളും ഇല്ല അവിടെ. ഈ നേരത്തെ നീന്തം അറിയുന്ന ആള് വെള്ളത്തിലേക്ക് ചാടി ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതാ ഇന്നൊന്ന് രക്ഷിക്കുമെന്ന് പറയണതും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. ഉറപ്പല്ലേ? ഈ ആദ്യത്തത് അനുവദിക്കപ്പെട്ടതാണ്. കാരണം എന്താ? അത് പ്രാർത്ഥന അല്ല. ആണോ? ഞാൻ അയാളോട് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അയാളോട് പ്രാർത്ഥിച്ചു നമ്മൾ പറയോ? എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അയാളോട് ദുആ ചെയ്തു എന്ന് പറയോ? ഇല്ല. പിന്നെന്താ? ആവശ്യപ്പെട്ടതാണ് അല്ലെ? അതും വിളിയാണ്, രക്ഷിക്കാനുള്ള വിളിയാണ്, അതും രക്ഷിക്കാനുള്ള വിളിയാണ്. പക്ഷെ അതെന്തല്ല? പ്രാർത്ഥന അല്ല. മറ്റത് ഒരാളുമില്ല, പടച്ചോനെ എന്നെ രക്ഷിക്കു പടച്ചോനെ, അതും രക്ഷിക്കാനുള്ളതാണ്. അതെന്താണ്? ആ സമയത്ത് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയായിരിക്കും ഒരാൾ. ബദരീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചുപോയില്ലേ? അത് പ്രാർത്ഥന ആവുമല്ലേ? രണ്ടും ഒരേ. നേരത്തെ ഈ വക്കിലൂടെ നടന്നു പോകുന്ന ആളോട് രക്ഷിക്കണേന്ന് പറയണതും ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞതും ഒരേപോലെയാണോ? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? നബിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരാണ് അല്ലേ? അവർ മരിച്ചുപോയില്ലേ? അപ്പൊ ബദരീങ്ങളെ കാക്കണേന്ന് പറയുമ്പം കാര്യകാരണങ്ങൾക്കപ്പുറത്തുള്ളൊരു സഹായം ചോദിക്കണത് അല്ലെ? ബദരീങ്ങൾ ഇറങ്ങി വന്നെങ്ങാണ്ട് കൈ പിടിക്കുന്നതാണോ? അല്ല. പിന്നെന്താണ്? കാര്യകാരണങ്ങൾക്കപ്പുറം, അതായത് അള്ളാഹുവേ രക്ഷിക്കണേന്ന് പറയുന്ന സ്ഥാനത്താണ്. അള്ളാഹ് ഇറങ്ങി വന്നേരം കൈ പിടിച്ച് രക്ഷിക്കുന്നതാണോ പറഞ്ഞത്? അല്ല. അത് ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറമുള്ളൊരു സഹായമാണ് അല്ലേ? ആ സഹായം ആരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അവിടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ. ആരാ മുഹീദ്ദീൻ ഷെയ്ഖ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യനാണ്, ഒരു മഹാനാണ്. അദ്ദേഹത്തോട് രക്ഷിക്കാൻ പറയുന്നത് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിന് പകരാണ്. അപ്പോൾ അവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി ശിർക്കായി.
അള്ളാഹ് പൊറുക്കുവോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ട, കാര്യങ്ങൾ ക്ലിയറായി വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ശരി, അപ്പൊ നബിയെ പ്രഖ്യാപിക്കുക, ഇന്നമ അദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അതിന്റെ ബാക്കി വായിക്കി, വലാ ഉശ്രികു ബിഹി അഹദ, അവരിൽ ഞാൻ ഒന്നിനെയും ഒരാളെയും പങ്കു ചേർക്കൂല, ഷിർക്ക് ചെയ്യൂലാന്ന്. ഉശ്രിക്കു, വലാ ഉശ്രിക്കു എന്ന് പറഞ്ഞാൽ ഞാൻ ഷിർക്ക് ചെയ്യൂലാന്ന്. അപ്പൊ ഷിർക്ക് എന്താ? ഷിർക്ക് എന്താണെന്ന് ഇത് കിട്ടിയില്ലേ? അല്ലാത്തവരോട് ദുആ ചെയ്യലാണ്. നബിയെ പറയുക, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അള്ളാഹുവിൽ മറ്റൊരാളെയും പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഷിർക്ക് ചെയ്യൂലാന്ന്. അപ്പൊ ഷിർക്ക് പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ കൂടെ വേറെ ഉള്ളവരോട്. ഈ ആയത്തിന് രണ്ട് ഭാഗല്ലേ, ഒന്ന് ദുആ, ഒന്ന് ഷിർക്ക് അല്ലെ. കുൽ ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളോടും പ്രാർത്ഥിക്കൂല, ദുആ ചെയ്യൂല. ആശയം മനസ്സിലായ? അപ്പൊ ഷിർക്ക് എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ, പ്രാർത്ഥിക്കൽ. കാരണം അത് ഇബാദത്താണ്. എന്താ ദുആ എന്ന് പറഞ്ഞാൽ? ഹുവൽ ഇബാദ, അതാണ് പ്രാർത്ഥന. ഇബാദത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഷിർക്ക്. അതാണ് കൊടിയ ഷിർക്ക്. അത് ചെയ്യാൻ പാടില്ല. അപ്പോ ഓമ്പറത്തെ തങ്ങള് മഹാനല്ലാന്നാണോ? ബദരീങ്ങള് മഹാന്മാരല്ലാന്നാണോ? അല്ല, അവരൊക്കെ മഹാന്മാരാണ്, അവരൊക്കെ ബഹുമാനിക്കേണ്ടതും ആദരിക്കപ്പെടേണ്ടവരുമാണ്. പക്ഷെ ആരാധിക്കാൻ പാടില്ല, ആരാധന പാടില്ല. നമ്മളെ നാട്ടിൽ താരാരാധനകളാണ് നടന്നു പോണത് അല്ലേ. ഇപ്പൊ മെസ്സിനെ ആരാധിക്കുന്ന ആൾക്കാർ, ഒരു ഫുട്ബോൾ താരാണ്. റൊണാൾഡോയെ ആരാധിക്കുന്ന ആൾക്കാർ, സിനിമാ നടന്മാരെ ആരാധിക്കുന്ന ആൾക്കാർ, സിനിമ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആളുകളൊക്കെ വ്യക്തികളൊക്കെ പൂജിക്കുക, പാലഭിഷേകം ചെയ്യുക, മുന്നിൽ വിളക്കെത്തിക്കുക, ഇതൊക്കെ എന്താണ്? ആരാധനകളാണ്. അത് പാടില്ല. ആദരിക്കണം, ബഹുമാനിക്കണം. വാപ്പാനെ ആദരിക്കണം, വാപ്പാനെ ബഹുമാനിക്കണം. വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ ഫോട്ടോ വെച്ചിങ്ങനെ അതിന് മാലട്ട് കൊടുക്കാൻ പറ്റൂല, അതിന് വിളക്കെത്തിക്കാൻ പറ്റൂല. പറ്റുമോ? ഇല്ല. ആദരിക്കണം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധനയുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല. ആരാധന ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുൽ നബിയെ പറയുക, ഇന്നി ലാ അംലികു ലക്കും ലറൻ വലാ റഷദ, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നിങ്ങളെ നേർവഴിയിലാക്കുക എന്നതോ എൻ്റെ അധീനതയിലുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഒരാളെയും, തെറ്റിപ്പോകുന്ന ഒരാളെയും നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത് എൻ്റെ മേൽ ബാധ്യതയുള്ള കാര്യമല്ല. കുൽ പറയുക, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ ഒരാളെയും രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? നബിയെ പറയുക, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, നബിയെ പറയുക, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയേയില്ല. ഒരാൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കും കഴിയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അഭയം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ, ശിർക്ക് ചെയ്താൽ അള്ളാഹ് ശിക്ഷിക്കുന്ന ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ബാക്കി വലൻ അജിത മിൻ ദൂനിഹി മുൽത്ത, അവന് പുറമെ ഒരു അഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുകയുമില്ല. എൻ്റെ അഭയം ആരിൽ മാത്രം? അള്ളാഹുവിൽ അഭയം തേടുക. അള്ളാഹുവാണ് നമുക്ക് അഭയം നൽകേണ്ടത്. അള്ളാഹുവിലല്ലാതെ മറ്റാരിലും അഭയം കണ്ടെത്താനും കഴിയില്ല. ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തി, എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എത്തിച്ചു തരിക, സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. ഒരാളെയും ഇത്തരം കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, നിർബന്ധിച്ചുകൊണ്ട് മാറ്റാനൊന്നും കഴിയില്ല. പറഞ്ഞു കൊടുക്കുക. ജാറത്തിൽ ഇങ്ങനെ ചെന്ന് വീണ് അവിടെ ഡെയിലി ചെന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറൂല. അപ്പൊ കാര്യം പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, അത്രേ പറ്റുള്ളൂ. റസൂൽ എന്നെ പറയാണ്, എനിക്ക് ഈ റിസാലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുക, സന്ദേശം, ഈ ആശയം നിങ്ങൾക്ക് ബലാഗ് ചെയ്യുക, എത്തിച്ചേരൽ മാത്രമാണ് എൻ്റെ ബാധ്യത. വമയാസില്ലാഹ റസൂലു, അള്ളാനെയും റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ആര് പറഞ്ഞതാ? അള്ളയും റസൂലും പറഞ്ഞ കാര്യമാണ്. ആരെങ്കിലും ധിക്കരിച്ചാൽ ഞാൻ ഇനിയും പോകും,
ജാറത്തിലും അക്ബറിലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കും, നിങ്ങൾ എന്താ വെച്ചാൽ കൂട്ടിക്കോളി എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മറുപടി? മമ യാസില്ല, ഇത് പറഞ്ഞത് ആരാ? അള്ളയും റസൂലാണ്. ആരെങ്കിലും അവരെ ധിക്കരിച്ചാൽ ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദിന ഫിഹാ അബദ, അവർക്ക് മരണശേഷം കിട്ടാൻ പോകുന്ന നരകശിക്ഷയാണ്. ആ നരകത്തിൽ അവർ എന്നെന്നും ശാശ്വതരായിരിക്കും. ഹത്താ ഇദാ റഅൂ മാ യുഅദൂന, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ കാണുമ്പോൾ ഫസയഅലമൂന, അവർ മനസ്സിലാക്കും മൻ അളഅഫു നാസിറൻ വഅഖല്ലു അദദ, എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരാരാണ്, സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ദുർബലരായത് ആരാണ് എന്ന് അവർക്ക് അന്ന് മനസ്സിലാകുന്നു. അത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ച സംഗതിയാണ്. അള്ളാഹു തആല നരകത്തിലേക്ക് ഇങ്ങനെ എറിയുമ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ച ആൾക്കാരും എറിയും, ആരാധിച്ച വസ്തുക്കളും എറിയും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തിങ്ങൾ, ഞാനൊന്ന് കാണട്ടെ. എങ്ങനെ? അള്ളാഹുവിന് പുറമെ ആരൊക്കെ ആരാധിച്ചിട്ടുണ്ടോ ആരാധിച്ച ആൾക്കാരും ആരാധിക്കപ്പെട്ട വസ്തുക്കളെയും അള്ളാഹു എവിടേക്കെറിയും? നരകത്തിലേക്ക് എറിഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കും, ഇതാ ഒന്ന് കാണിക്ക്, ഇവിടുന്ന് വല്ലതും രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നതാണ്. കുൽ, പറയുക, ഇൻ അദ്രി അഖരീബൻ, ഇത് തൊട്ടടുത്ത് തന്നെയാണെന്ന് എനിക്കറിയില്ല. ഖരീബും മാ തുഅദൂന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ സംഗതി തൊട്ടടുത്ത് സമീപസ്ഥാണോ? അം യജ്അലു ലഹു റബ്ബി അമദ, അതല്ല എൻ്റെ റബ്ബ് അതിനൊരു അവധി വെച്ചിട്ടുണ്ടോ എന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന ഡേറ്റും സമയവും എന്നോട് ചോദിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരെന്താ ചെയ്യുക, എന്നാണ് ആ പറഞ്ഞ ആ ഡേറ്റ് എന്നാണ്, സമയം എന്നാണെന്നൊക്കെ ഒരു ചോദിച്ച് കളിയാക്കുക. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല, അത് തൊട്ടടുത്ത് സംഭവിക്കോ കുറച്ച് അവധി വെച്ച് നീണ്ടിട്ടാണോ ഒന്നും എനിക്കറിയില്ല. ആ വിവരങ്ങളൊക്കെ ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. ആലിമുൽ ഗൈബി, ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. അതിന് ബാക്കി വായിക്കും, അതാണ് വിഷയം. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളാഹു അവൻ്റെ ഗൈബ് ഒരാൾക്കും വ്യക്തമാക്കി കൊടുക്കൂല. എന്താണ് ആലിമുൽ ഗൈബ്? ആരാ ആലിമുൽ ഗൈബ്? ആരാ? അള്ളാഹു. അള്ളാഹു ആലിമുൽ ഗൈബ എന്ന് പറഞ്ഞാൽ വലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അവൻ്റെ ഗൈബിൽ നിന്ന് ഒരാൾക്കും അള്ളാഹു എന്താക്കൂല, അത് ആ ഗൈബ് വ്യക്തമാക്കി കൊടുക്കൂല. പിന്നെ ഇല്ലാ മനിർത്തല്ലാഹു റസൂലിൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ചില റസൂലുമാർക്കൊഴികെ. ആ റസൂലുമാർക്ക് എങ്ങനെ വരിക? ആ മറഞ്ഞ കാര്യം എങ്ങനെ അറിയിക്കുക? വഹിയിലൂടെ. വഹിയിലൂടെ അറിയിക്കും. ആർക്ക് മാത്രം? റസൂലിന് മാത്രം. റസൂല് എന്ന ആ പദവിയുള്ള ആളുകൾക്ക് വഹിയിലൂടെ ചില കാര്യങ്ങൾ അള്ളാഹ് അറിയിച്ചു കൊടുക്കും. നമുക്ക് ആർക്കെങ്കിലും വഹി ഉണ്ടോ? ഇനി നമ്മുടെ നാട്ടിൽ അള്ളാഹുവിനെ പിന്നെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് റസൂൽ എന്ന പദവി ഉണ്ടോ? ജിബ്രീൽ ഒരിടത്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഗൈബ് ഒരാൾക്കും അള്ളാഹ് വ്യക്തമാക്കി കൊടുക്കൂല. ഇനി ചില കാര്യങ്ങൾ റസൂലുമാർക്ക് മാത്രം അള്ളാഹു ജിബ്രീൽ എന്ന മലക്ക് മുഖേന വ്യക്തമാക്കി കൊടുക്കും. അതാണ് ആയത്ത്. വലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതല്ലാ മിൻ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ, ആ റസൂലിൻ്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ വരുന്ന വഴിയിൽ ഒരു ഗൈബും എന്തായി പോകൂല, ചോർന്നു പോകൂല. ഗൈബ് ചോർന്നു പോകൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ആ വഹി, ആ ഒരു മറഞ്ഞ ഒരു കാര്യം ആ റസൂൽമാർക്ക് എത്തിച്ചു കൊടുക്കുമ്പം അതിനെ മുന്നിലും പിന്നിലും കാവൽക്കാരുണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ ആ കാവൽക്കാരുടെ മലക്കുകളുടെ പിൻബലത്തോടു കൂടിയാണ്. അത് ഒരിക്കലും ഇവിടെ ചെയ്യുന്നില്ല. ഈ ഒരു സൂറത്തിൽ ജിന്നാണ്. ഈ മറഞ്ഞ കാര്യങ്ങൾ ഇത് സൂറത്തുകൾ മുഴുവനും പഠിക്കേണ്ടതാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആകാശലോകത്തേക്ക് ചെന്ന് എത്തി നോക്കുന്നതാണ് ആര്? അവിടുത്തെ വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ജിന്നുകൾ ശ്രമിക്കുന്നതാണ്. അപ്പം അവർക്ക് നേരെ തീജ്വാലകൾ വരുന്നതാണ്. അതിലവർ ഇതായി പോകും, അവർക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദു ലാ തൻഫുദുന ഇല്ലാ ബിസുൽത്താൻ. മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ വൈബിയായ ലോകത്തേക്ക്, ആകാശ ലോകത്തേക്ക്, മറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ലോകത്തേക്ക്, അത് അറിയിപ്പ് കിട്ടുന്ന ലോകത്തേക്ക് മനുഷ്യനും പറ്റില്ല, ജിന്നുകൾക്കും. അപ്പം ജിന്നിനും മറഞ്ഞ കാര്യം അറിയില്ല, പിന്നെ ജിന്നു കൂടെ ബീവിക്കറിയോ?
ജിന്നിന് പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജിന്നു കൂടെ ബീവിക്ക് പറഞ്ഞ കാര്യം അറിയോ? അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ജിന്നു കൂടെ ബീവി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മറിഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആൾക്കാർ അവിടെ പോയി തപസ്സിരിക്കുന്നത്. അപ്പോൾ ആലിമുൽ ഗൈബ് എന്ന ഈ പഠനം എത്തുന്നത് എവിടേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. എവിടേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ഇത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ആലിമുൽ ഗൈബ് തീരാണ്. ഇനി നമുക്ക് ഇതിൽ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ പ്രാർത്ഥനയുടെ സ്റ്റിക്കർ നിങ്ങൾക്ക് തരും. ആ പ്രാർത്ഥന പഠിപ്പിക്കും. അതിൻ്റെ കൂടെ ആ പ്രാർത്ഥന ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ച ഖുലില്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദി ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. ആയത്താണ് ഇപ്പോൾ നമ്മൾ കാണാൻ പഠിച്ചത് സുമറിലെ. അത് നബിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന നബി പ്രാർത്ഥിച്ചത് രാത്രി നിസ്കാരത്തിലെ തുടക്കത്തിലാണ്. അതിൻ്റെ ബാക്കിയുണ്ട്. ഇഹ്ദിനി ലിമഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തി മുസ്തഖീം. അത് സൂറത്ത് അൽ ബഖറയിലെ ഒരു ആയത്തിൻ്റെ അവസാന ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ആലിമുൽ ഗൈബി വശഹാദയാണ് അള്ളാഹു എന്ന അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണമാണ് എന്ന് പഠിച്ചു വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൻ്റെ കൂടി പൂർത്തീകരണമാണ്. അതാണ് ഇവിടെ ഒരു റസൂലിനും റിസാലത്ത് മാത്രമേ ബാധ്യതയുള്ളൂ. ആ റസൂലുമാർക്ക് അല്ലാഹു തആല വഹയിലൂടെ മറഞ്ഞ കാര്യങ്ങൾ അറിയിക്കും. അതല്ലാതെ ഒരാൾക്കും അല്ലാഹു വലാ യുളിഹിറു വലാ ഗൈബിഹി അഹദ, അവൻ്റെ ഗൈബിൽ നിന്ന് ഒരാൾക്കും അല്ലാഹു എന്താക്കൂല? അറിയിപ്പ് കൊടുക്കുകയോ അത് വെളിവാക്കി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൻ്റെ കലിമയുടെ, നമ്മുടെ ഷഹാദത്ത് കലിമയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ പഠനം എന്നത് നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കണം. നമുക്ക് മരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് മരിക്കുക, എവിടെ വെച്ചാൽ മരിക്കുക, എന്നാ മരിക്കുക, രാവിലെ മരിക്കോ രാത്രി മരിക്കോ ഒന്നും നമുക്കറിയില്ല. യാത്രയിൽ മരിക്കോ, ആകാശത്ത് വെച്ച് മരിക്കോ, കടലിൽ വെച്ച് മരിക്കോ, കരയിൽ വെച്ച് മരിക്കോ നമുക്കറിയില്ല. എപ്പം നമ്മൾ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് പറ്റണം. അത് സാധിക്കണമെങ്കിൽ അതൊരു ഷഹാദത്താണ്, സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റാൻ കഴിയണം. അങ്ങനെ സാക്ഷ്യമാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ ഇത് ഖുർആനിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ കുടുംബത്തിൽ സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.